വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 24 സൂക്തം 3. വ്യഭിചാരിണിയെയോ വിഗ്രഹാരാധകയെയോ അല്ലാതെ വിവാഹം ചെയ്യുകയില്ല. അതേപോലെ ഒരു വ്യഭിചാരിയെയോ അല്ലെങ്കിൽ വിഗ്രഹാരാധകനെയോ അല്ലാതെ വേൾക്കുകയില്ല. അത്തരം ദാമ്പത്യ ബന്ധങ്ങൾ സത്യവിശ്വാസികൾക്ക് നിഷിദ്ധമാണ്. ഇതിനു മുമ്പുള്ള സൂക്തത്തിൽ അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിക്കുകയാണെങ്കിൽ അവരെ 100 അടി അടിക്കണമെന്ന് പറയുകയുണ്ടായി. ഇനി അവർ വിവാഹിതരാണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. സമൂഹത്തിൽ വ്യഭിചാരവും അനാശാസ്യ പ്രവണതകളും ഇല്ലായ്മ ചെയ്യലാണ് ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം. വ്യഭിചാരത്തിലേക്കും മറ്റ് വൃത്തികെട്ട ജീവിത രീതിയിലേക്കും സമൂഹത്തെ തള്ളിവിട്ടുകൊണ്ട് അവരെ പിടിച്ച് ശിക്ഷിക്കുക എന്നത് ഇസ്ലാമിൻ്റെ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല. അതിനാൽ വ്യഭിചാരത്തെക്കുറിച്ചും വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും അവരെ അതിൽ നിന്നൊക്കെ മുക്തമാക്കി സംസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു ഇസ്ലാമിക ഗവൺമെൻറ്റിൻ്റെ പ്രഥമ കർത്തവ്യം. എന്നാൽ ആധുനിക കാലത്ത് ഭരണകൂടങ്ങൾ ലിബറലിസത്തിൻ്റെ പേരിൽ വ്യഭിചാരത്തിലേക്കും മ്ലേച്ഛമായ ലൈംഗിക ജീവിതത്തിലേക്കും ജനങ്ങളെ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. തൽഫലമായി സമൂഹത്തിൽ എത്രയെത്ര കുഴപ്പങ്ങളാണ് ഉടലെടുക്കുന്നത്. ഇസ്ലാമിൻ്റെ ദൃഷ്ടിയിൽ സദാചാര പ്രതിബദ്ധതയുള്ളവരും അതില്ലാത്തവരും ഒരിക്കലും തുല്യരല്ല. പരസ്ത്രീകളെ മോഹിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്ന പുരുഷൻ സദാചാരനിഷ്ഠയുള്ള ഒരു സ്ത്രീക്ക് ചേരുകയില്ല. അതേപോലെ പരപുരുഷ ബന്ധമുള്ള സ്ത്രീ സദാചാര പ്രതിബദ്ധതയുള്ള ഒരു പുരുഷനും ചേരുകയില്ല. വിവാഹാലോചനകളിൽ വരൻ്റെയും വധുവിൻ്റെയും സ്വഭാവശുദ്ധി പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട്. വ്യഭിചാരികളുമായുള്ള ദാമ്പത്യബന്ധം സത്യവിശ്വാസികളായ സജ്ജനങ്ങൾക്ക് തികച്ചും നിഷിദ്ധമാണ്. ഈ അധ്യായത്തിലെ 26-ാം സൂക്തത്തിൽ ഈ കാര്യം ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട്. ദുഷിച്ച സ്ത്രീകൾ ദുഷിച്ച പുരുഷന്മാർക്കും ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കുമാണ്. നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കും നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കുമാണ്. സത്യവിശ്വാസികൾ ദാമ്പത്യബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നല്ല ഇണകളെ തന്നെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ സൂക്തത്തിലൂടെ കൽപ്പിക്കുന്നത്.